സ്റ്റിൽ ക്യാമറയിൽ പകർത്തിയ വീഡിയോ ആൽബം സംവിധാനം ചെയ്ത അനീഷാണ് ഇന്ന് നമുക്ക് അതിഥിയായി ഉള്ളത്. ആദ്യം നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കാണാം. അനീഷ് ഉപാസന ആണ് ഇന്ന് നമുക്ക് അതിഥി. അനീഷ്, ആദ്യമായി ഒരു പുതുമയ്ക്ക് വേണ്ടി ചെയ്തതാണോ ഇത്? പ്രത്യേകിച്ച് വീഡിയോ ക്യാമറകൾ ധാരാളമുണ്ട്, മൂവി ക്യാമറകൾ ധാരാളമുണ്ട്, നമ്മൾ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട്. അനീഷ് എന്തുകൊണ്ടാണ് സ്റ്റിൽ ക്യാമറയിലാകാമെന്ന് ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് മാത്രമാണ്? ഇപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു, വീഡിയോ ക്യാമറ കൊണ്ട് പലരും ചെയ്യുന്നുണ്ട്. അത് പലരും തന്നെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിൽ ക്യാമറ കൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. സ്റ്റിൽ ക്യാമറയിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ കമ്പനി അലോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ വീഡിയോ ഫോർമാറ്റിൽ ഞാൻ അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തു. ഭയങ്കര ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങൾ കാണുമ്പോൾ ശരിക്കും നമ്മളൊരു മൂവി ക്യാമറയിൽ എടുത്തത് പോലെയുണ്ട്. അതിൽ പുറത്തുനിന്ന് എന്തെങ്കിലും സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതിൽ സിനിമയ്ക്ക് സാധാരണ കൊണ്ടു നടക്കാറുള്ള ലൈറ്റ്സോ ക്രെയിനോ ട്രോളിയോ അങ്ങനെ ഒരു സാധനം ഉപയോഗിക്കാതെ നേച്ചുറൽ ലൈറ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്താണ് ഞാനത്. ഇന്ത്യയിൽ ആദ്യത്തെ ഇത്തരത്തിൽ സ്റ്റിൽ ക്യാമറയിൽ ചിത്രീകരിച്ച ആദ്യത്തെ ആൽബം എന്നാണ് പറയുന്നത്. അതിന് എന്താണ് ഒരു തെളിവുള്ളത്? കാരണം നമ്മളിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ നെറ്റിൽ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിരുന്നു ഇങ്ങനെ അറേഞ്ച് ചെയ്തോന്ന്. പക്ഷേ ഇതിൽ ആഡ്സ് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യക്ക് പുറത്ത് കുറച്ച് ഇന്ത്യക്കകത്തും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല പല വർക്കുകളും. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറിഞ്ഞത് സ്ലംഡോഗ് മില്ലിയനർ എന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ച് ഷോർട്സുകൾ ഈ ക്യാമറ കൊണ്ടാണ് കനോൺ കമ്പനിക്ക് ക്യാമറ കൊടുത്തിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ അത് എന്തുകൊണ്ടൊരു മലയാളിക്ക് ഇത് ചെയ്തുകൂടാ എന്ന് ആലോചിച്ചു. അങ്ങനെയാണ് ഞാൻ ആ ക്യാമറ മേടിച്ച് ഷൂട്ട് ചെയ്തത്. ഒരുപാട് സംശയങ്ങളുണ്ട്. ഒന്നാമെന്ന് വെച്ചാൽ ഒറ്റ സ്ട്രെച്ചിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ഒരു സ്റ്റിൽ ക്യാമറ എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ, ചലിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ അത് എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുന്നത്? ഇത് 8 വർഷമായിട്ട് ഞാൻ ഫോട്ടോഗ്രാഫി രംഗത്തുള്ളത് കൊണ്ട് തന്നെ ഈ ക്യാമറ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ക്യാമറ യൂസ് ചെയ്യാതെ സ്റ്റിൽ ക്യാമറ എടുത്തതും. പിന്നെ ഇതിൽ 4GB കാർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ 12 മിനിറ്റ്സ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിന് ശേഷം സ്പോട്ട് എഡിറ്റിംഗ് ആയിരുന്നു അത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു ആൾ നടന്നു വരുമ്പോൾ സൂം ഫോളോ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. വീഡിയോ ക്യാമറകളിൽ അതിന് ഇത്ര ലെങ്ത്തിൽ ഫോക്കസ് ചെയ്ത് വയ്ക്കാം. ഇത് എഡ്ജ് ഫോക്കസ് ആണ്, ഒരു ചെറിയൊരു എൻഡിൽ മാത്രമേ ഫോക്കസ് ഉള്ളൂ. സൂം നമ്മൾ ഫോളോ ചെയ്തു. കുറച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടി എന്നാലും കുറച്ച് സ്ട്രെയിൻ ചെയ്താൽ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടിയത്. ഈ ഇതിന്റെ അണിയറ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിന് വ്യത്യസ്തതയുണ്ട് അല്ലെങ്കിൽ പുതുമയുണ്ട് എന്ന് അനീഷ് ഉപാസനയ്ക്ക് പറയാം. കാണുന്ന ആളുകൾക്ക് ഇതിന് എന്ത് പുതുമയാണ്? കാരണം ഇതിപ്പോൾ നമ്മൾ ഇറക്കി കഴിയുമ്പോൾ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കുട്ടി സെറിബ്രൽ പാൾസി വന്നൊരു കുട്ടിയാണ്. അക്കു എന്നാണ് ആ കുട്ടിയുടെ പേര്. ആദർശ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ വെച്ചിട്ടാണ് ഞാൻ ഈ കുട്ടീനെ കണ്ടെത്തി. ഒരുപാട് സ്ഥലത്ത് ഞാൻ അന്വേഷിച്ച് നടന്നിരുന്നു. ഈ സോങ് കേട്ടപ്പോഴേ ഇങ്ങനൊന്ന് ചെയ്യാം, കാരണം കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്തിട്ട് തന്നെ ഷൂട്ട് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടാണ്, ഫസ്റ്റ് വർക്കല്ലേ, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് കരുതി. പിന്നെ ബാമ പാടിയിട്ടുണ്ട്. ആദ്യം ബാമേനെ വെച്ച് അഭിനയിപ്പിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അങ്ങനെ ബാമേനെ വെച്ച് ചെയ്യുമ്പോൾ ബാമ അഭിനയിച്ച ഒരു ആൽബം ആ ലെവലിലേക്ക് അത് കയറിപ്പോവും. അതിനേക്കാൾ നല്ല നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് എല്ലാം പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ കുറേ കൂടി നന്നായിരിക്കും എന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് അപ്പോൾ ഈ ആൽബം ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ഇന്ന് പ്രിവ്യൂ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്കൂളിൽ തന്നെ ഈ കുട്ടികളുടെ മുന്നിലാണ് നമ്മൾ പ്രിവ്യൂ വെച്ചത്. പക്ഷെ അത് കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും വളരെ സന്തോഷത്തോടെ, ഒരുപാട് പേര് ഭയങ്കര സങ്കടപ്പെട്ടു ഇതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ട്. കാരണം അവർക്കത് ഫീൽ ചെയ്തു ഓരോ ഷോർട്സ് കണ്ടിട്ട്. കാരണം അതായത് ഈ സമൂഹത്തിൽ ഒഴിവാക്കപ്പെടുന്നവരാണ് ഈ കുട്ടികൾ. കാരണം ഈ കുട്ടികൾക്ക് വയ്യ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവർക്ക് കഴിവുണ്ട്. കാരണം നമ്മളെക്കാളൊക്കെ ബ്രില്യൻ്റ് ആണ് ഈ അക്കു എന്ന് പറഞ്ഞ കുട്ടി. അങ്ങനെ ഞാൻ 2 പേരെ വെച്ച് ശ്രിൻഡ എന്ന് പറഞ്ഞ പുതിയൊരു കുട്ടിയും അതിൽ അഭിനയിച്ചു. 2 ക്യാരക്ടേഴ്സിന് വെച്ച് ചെയ്തു. ഈ സോങ് വൈസ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഇന്ന് വർഷങ്ങളായിട്ട് മാസികകളിലും വാരികകളിലും ഒക്കെ കാണുന്ന ഒരു പേരാണ് അനീഷ് ഉപാസന. അതുകൊണ്ട് തന്നെ ഈ ഒരു രംഗത്ത് തുടരാൻ തന്നെയാണ് ഇത് കല ഉപാസനയായി സ്വീകരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് പ്ലാൻ? എനിക്കിതിലൊരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതൊരു തുടക്കം മാത്രമാണ്. എനിക്കറിയില്ല സ്റ്റിൽ ക്യാമറയിൽ. ഒരിക്കലും ഞാൻ മൂവിയിലേക്ക് പോകാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ കയ്യിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്. അത് വെച്ച് അതിൻ്റെ മാക്സിമം എവിടം വരെ പോകാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടിട്ട് കനോൺ കമ്പനിയിൽ നിന്ന് വരെ നമ്മളെ വിളിച്ചിരുന്നു. വളരെ നന്നായിട്ടുണ്ട്, അവർ ക്യാമറ ഇറക്കിയിട്ട് ഇത്രയും നന്നായിട്ട് വിഷ്വൽ ചെയ്ത് അവർ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ്. സ്റ്റിൽ ക്യാമറയ്ക്കകത്ത് 4GB അല്ലെ, 4GB കാർഡ് ഇട്ടു. അപ്പോൾ 12 മിനിറ്റ് ദൈർഘ്യം കിട്ടിയെന്ന് പറഞ്ഞു. ആൽബം 5 മിനിറ്റ് ആണ്. ആൽബം 5 മിനിറ്റ്. അപ്പോൾ ഈ 12 മിനിറ്റും ഷൂട്ട് ചെയ്തിട്ട് പിന്നീട് അനീഷ് എഡിറ്റ് ചെയ്യായിരുന്നു. കാരണം ഒരു ഷോട്ട് നമുക്ക് ഒരു പ്രാവശ്യം എടുത്താൽ പോരല്ലോ, നമ്മൾ പലതവണ എടുക്കണം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എത്ര സമയം ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു? ഈ 5 മിനിറ്റ് ദൃശ്യ സീക്വൻസ് എടുക്കാൻ വേണ്ടി എത്ര സമയം? 3 ദിവസമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. അത് ഒരു മൂവി ക്യാമറ ആയിരുന്നെങ്കിൽ കുറെ കൂടി കുറയില്ലേ? അല്ലെങ്കിൽ ഒരു ഇല്ല സെയിം ടൈം തന്നെയാണ് വരിക. പിന്നെ നമ്മളൊരു പരിചയക്കുറവ്, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങുന്നതാണ്, വൃത്തിയാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലൈറ്റ്സും യൂണിറ്റും വലിയ ക്രൗഡൊന്നും ഇല്ലാത്തൊരു ഷൂട്ട് ആയതുകൊണ്ടും അങ്ങനെ
അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും ഒരു ദിവസം കൂടിയാൽ തന്നെ എനിക്ക് മാക്സിമം നന്നാക്കാൻ പറ്റി എന്നാണ് എല്ലാവരും എന്നോട് അഭിപ്രായപ്പെടുന്നത്. ഒരാൾ മോശമായിട്ട് ഇത് സംരംഭം ഇന്ന് പ്രദർശിപ്പിച്ചിരുന്നു. എന്താണ് കിട്ടിയ പ്രതികരണങ്ങൾ? വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തേക്കാണ് എനിക്കൊരു എല്ലാവരും പറഞ്ഞത്. പിന്നെ ഫസ്റ്റ് ഞാൻ മോഹൻലാലിനാണ് കാണിച്ചു കൊടുത്തത്. മോഹൻലാൽ എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ജ്യേഷ്ഠ സ്ഥാനത്തുള്ള ഒരാളാണ്. പുള്ളിയും എന്നോട് പറഞ്ഞ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കാരണം സ്റ്റിൽ ക്യാമറയിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ തെളിയിച്ചതിൽ വലിയ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്നെ വിളിച്ചിട്ട് 2-3 പരസ്യ ചിത്രങ്ങൾക്ക് വേണ്ടി സ്റ്റിൽ ക്യാമറ, പ്രത്യേകിച്ച് ഗിരിപ്പയുടെ എല്ലാം പരസ്യങ്ങൾ ചെയ്തത് അനീഷാണ്. അനീഷിന് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫേസ് ആരുടെയാണ്? ഒരുപാട് മോഡൽസ് നമ്മളെടുത്ത് വന്ന് പോകാറുണ്ട്. പക്ഷേ എനിക്കൊരു പേരുണ്ടാക്കി തന്നെ ഞാൻ ഗിരിപ്പേ ജ്വല്ലറിയുടെ ഷൂട്ട് കാവ്യ മാധവന്. കാരണം ഞാൻ ഒരു ലൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് അത് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. കാരണം അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു ഇതെങ്ങനെ നന്നാവും. കാരണം എറണാകുളത്ത് ഇത്രയും വലിയ സിറ്റിയിൽ വലിയ ഹോർഡിങ്സ് വരാൻ പോവാണ്. പക്ഷേ എൻ്റെ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ആരും പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ വന്നിട്ടില്ല. ഞാനത് ചെയ്തു. അത് ഏറ്റവും നല്ല ഫ്ലെക്സ് ആയിട്ട് അറിയപ്പെട്ടു. ഒരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെന്ന് അനീഷ് പറഞ്ഞു. ആ സിനിമയിലും ഇതുപോലെ അപ്രശസ്തരായ ആളുകളെ ആയിരിക്കുമോ ഉൾപ്പെടുത്തുക? തീർച്ചയായിട്ടും. കാരണം ഞാൻ ആക്ഷൻ പറഞ്ഞാൽ അഭിനയിക്കുന്ന ആളുകളായിരിക്കണം. അപ്പോൾ പുതിയ ആൾക്കാരായിരിക്കും കുറച്ചുകൂടി. ഏതായാലും ആ ഒരു ശ്രമം വിജയിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ മായാമാധവം ശ്രോതാക്കളും പ്രേക്ഷകരും ഏറ്റെടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റിൽ ക്യാമറയിൽ പകർത്തിയ സംഗീത ആൽബത്തിന്റെ സംവിധായകൻ അനീഷ് ഉപാസനയാണ് ഗുഡ് ഈവനിംഗ് കേരളത്തിൽ സംസാരിച്ചത്.